കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ അതിജീവിതയെ സഹായിച്ച സീനിയർ നഴ്സിംഗ് ഓഫീസറെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നില്ലെന്ന് ആരോപണം. നഴ്സിംഗ് ഓഫീസർ പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചു. സ്ഥലം മാറ്റം തടഞ്ഞ് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നടപടിയെടുത്തില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. തനിക്കൊപ്പം നിന്നതുകൊണ്ടാണ് അനിതയ്ക്ക് ഈ അവസ്ഥ ഉണ്ടായതെന്ന് അതിജീവിത റിപ്പോർട്ടറിനോട് പറഞ്ഞു. സർക്കാരിൽ നിന്ന് ഉത്തരവില്ലാതെ അനിതയെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാനാവില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. സാനിയോ മനോമി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നു എന്നതിനാണ് സിസ്റ്റർ അനിത, സീനിയർ നഴ്സിംഗ് ഓഫീസറായ സിസ്റ്റർ അനിതയ്ക്ക് ഈ ഒരു അവഗണന നേരിടേണ്ടി വരുന്നതെന്നാണ് പറയുന്നത്. ഇവരെ ആദ്യം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. പിന്നീട് ഹൈക്കോടതി അടക്കം ഇടപെട്ടാണ് ആ സ്ഥലം മാറ്റം ഉത്തരവ് മരവിപ്പിക്കുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ തിരിച്ച് ജോയിൻ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുകയും ചെയ്തത്. ഏപ്രിൽ 1-നായിരുന്നു ഇന്നലെയായിരുന്നു ജോയിൻ ചെയ്യേണ്ടത്. പക്ഷേ ഇന്നലെ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പൽ അവധിയിലായതിനാൽ മറ്റൊരു ഉദ്യോഗസ്ഥനോട് അത് പറയുകയും പക്ഷേ അദ്ദേഹം അത് DMEയിൽ നിന്ന് ഓർഡർ വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇന്നും സിസ്റ്റർ അനിത ഇവിടെ എത്തിയെങ്കിലും അവർക്ക് ഇന്നും ജോയിൻ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായില്ല. ഇന്ന് എന്താണ് അവർ പറയുന്നത്? ഇന്നും പറയുന്നത് അവർക്ക് DMEയിൽ നിന്ന് ഇതുവരെ ഒരു ഉത്തരവ് കിട്ടിയില്ല. DME ആണ് ഓർഡർ ഇടേണ്ടത്. DMEക്ക് സർക്കാർ ഉത്തരവ് ഇറക്കണം. സർക്കാർ ഇതുവരെ അതിനൊരു ഉത്തരവ് ഉണ്ടായിട്ടില്ല. ഇത് ഹൈക്കോടതിൻ്റെ ഉത്തരവല്ലേ? അതായത് മാർച്ച് 1 വന്ന ഉത്തരവാണ്. എല്ലാ സർക്കാരിൻ്റെ എല്ലാ DMEയിലും സെക്രട്ടേറിയറ്റിലും പ്രിൻസിപ്പലിനും അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും ഇതിൻ്റെ ഓർഡർ അയച്ചതാണ്. കോപ്പി 15-ാം തീയതിക്കുള്ളിൽ കിട്ടിയതാണ്. പക്ഷെ അവരതിന് ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് എന്നെ നിയമിക്കാൻ പറ്റില്ലെന്നാണ്. അങ്ങനെ സർക്കാർ വക്കീൽ തന്നെയാണ് പറഞ്ഞത് മാർച്ച് 31 വരുന്ന വേക്കൻസിയിൽ എന്നെ നിയമിക്കാമെന്ന്, ഏപ്രിൽ 1 എന്നെ നിയമിക്കാമെന്ന്. അത് ഇവർ ഇവിടെ വന്ന് പ്രിൻസിപ്പലിന് ഓർഡർ കൊടുത്തപ്പം പ്രിൻസിപ്പൽ ലീവാണ്. AOയ്ക്ക് കൊടുത്തപ്പോൾ AO പറയുന്നത് അവർക്ക് DMEയിൽ നിന്ന് ഓർഡർ വന്നാലേ എന്നെ നിയമിക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരിട്ട് DME ഓഫീസിൽ വിളിച്ചപ്പോഴും അവർ പറഞ്ഞത് സർക്കാരിൽ നിന്നൊരു ഉത്തരവ് ഉണ്ടാവണം. അത് ഏപ്രിൽ 1 തന്നെ നിങ്ങളെ നിയമിക്കണം എന്നൊന്നും ഇല്ല. ഏപ്രിൽ 1 വേക്കൻസിയിൽ നിയമിക്കണം എന്നില്ല. അത് എന്നാണെങ്കിലും അവിടുന്ന് ഓർഡർ വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന്. അതിജീവിതയ്ക്കൊപ്പം നിന്നതിന് കിട്ടിയ ഒരു പ്രതിഫലം എന്ന തരത്തിലാണ് ഇത് പോകുന്നത്. അതെ, അതിജീവിതയോടൊപ്പം നിന്നതും അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ച 5 പേർക്കെതിരെ ഞാൻ റിപ്പോർട്ട് എഴുതിയെന്നാണ്. 5 പേരുടെ അല്ല, ഞാനവരുടെ ഡെസിഗ്നേഷൻ വെച്ച് മാത്രമാണ് അത് എഴുതിയത്. തിരിച്ചറിയൽ പരേഡിന് കൂടെയാണ് അത് കണ്ടെത്തിയത്. അത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അത് ഞാനാണ് അവർക്ക് പേര് പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്. അതിജീവിതയ്ക്കൊപ്പം നിന്നു എന്ന കാരണത്താലാണ് തനിക്ക് ഈ ഗതി ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിന് ഇനി സർക്കാരിൽ നിന്നൊരു ഉത്തരവ് വന്നാൽ മാത്രമേ തങ്ങൾക്ക് ഇടപെടാനാകൂ എന്നാണ് DME അടക്കമുള്ള ആളുകൾ ഈ പ്രശ്നത്തിന് പരിഹാരമായി പറയുന്നത്. സാനിയോ മനോമി തയ്യാറാക്കിയ റിപ്പോർട്ടാണ്.